ഹായ് എവറി വൺ, എൻ്റെ വൈഫ് ഡോക്ടർ രജിയുടെ പേഷ്യൻ്റാണ്. സോ ഇപ്പം 36 വീക്സിൻ്റെ പ്രഗ്നൻസി പീരീഡാണ്. സോ റെഗുലർലി ഡോക്ടറുടെ അടുത്ത് വന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് മേക്ക് എൻ അവയർനെസ് വീഡിയോ. അപ്പോൾ ഡോക്ടർ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ആൻസർ ആർ ക്വയറീസ്. അപ്പം ലെറ്റ്സ് ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് നൗ ടു ദ ഡോക്ടർ. സോ ഡോക്ടർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഈ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, അതായത് ഈ EDD, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതൊന്ന് പറയാൻ പറ്റുമോ? EDC എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മെൻസസിൻ്റെ ഫസ്റ്റ് ഡേയോ ലാസ്റ്റ് മെൻസൽ പീരീഡ് അതിൻ്റെ കൂടെ 9 മാസവും 7 ഡേയ്സും കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ആയി. അപ്പോൾ ഇതൊക്കെ പീരീഡ് കറക്റ്റ് ആയിരിക്കുന്ന ആൾക്കാരിലാണ് ഇത് സാധാരണ ഈ കാൽക്കുലേഷൻ പറ്റുന്നത്. പക്ഷേ പീരീഡൊക്കെ ഇപ്പോൾ ഇറഗുലർ, ചിലപ്പോൾ ഒരു 2 മാസമോ 3 മാസമോ കൂടിയൊക്കെ പീരീഡ്സ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഓവുലേഷൻ ഡിലേ ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി കാൽക്കുലേറ്റ് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന സ്കാൻസിൻ്റെ അത് വെച്ചിട്ടായിരിക്കും, അതായത് അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.